റിലേഷൻഷിപ്പ് ഭയങ്കര കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു സന്തോഷവും തരാതെ നിങ്ങളെ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു വറചട്ടിയിലിട്ട് എടുക്കുന്ന ഈ പരിപാടിക്കാണ് സ്നേഹം എന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു നശിച്ച സ്നേഹം എന്ന് തന്നെ പറയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് പേര് ഇപ്പോഴും പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷനായിട്ട് പറയുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്നുള്ളതാണ്. എനിക്ക് നന്നാക്കാൻ പറ്റും, ഞാൻ കൂടെ നിന്ന് ഇയാളെ നന്നാക്കാന്ന് പറയുന്നത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ തോന്നുന്ന എന്തൊക്കെ വാർത്തകൾ കേട്ടാലും നീ എന്തായാലും ഡിവോഴ്സായി വന്നേക്കല്ലേ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന പുരുഷന്മാരും ഉണ്ട്. കല്യാണം നടത്താൻ, എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാൻ, വീടിൻ്റെ EMI അടയ്ക്കാൻ എന്നുള്ള തരത്തിൽ ആൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരികയും മകൾക്ക് ഒരു പ്രണയമുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ വീട് മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച വാർത്തയും നമ്മൾ വായിച്ചതാണ്. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്ഥലം ആരും വെച്ച് നീട്ടും എന്നുള്ള പ്രതീക്ഷയ്ക്കില്ല ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ്. അവർ പറഞ്ഞത് പുരുഷന്മാർ കരഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ഞാൻ എന്ന് പറഞ്ഞു. എൻ്റെ രണ്ടാമത്തെ മകൾ ഉണ്ടാവുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് ലേബർ റൂമിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 17ാമത്തെ വയസ്സിൽ ആൾ കണ്ട പെൺകുട്ടി അല്ല ഇന്ന് ഞാൻ. +2 കണ്ട എൻ്റെ സീനിയറായിട്ട് കണ്ട ആളേ അല്ല ഇന്നിപ്പം ഞാൻ കാണുന്ന ശ്രീകാന്ത്. പൊതുവേ പെൺകുട്ടികൾക്ക് ഈ അടുത്ത കാലത്തായിട്ട് വിവാഹത്തിനോട് ഭയം കൂടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ അവരുടെ ചുറ്റും നല്ല എക്സാമ്പിൾസ് ഇല്ല എന്നുള്ളതാണ്. പെൺകുട്ടി ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും മാതാപിതാക്കൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി ഭയങ്കര മോശമായിട്ടാണ്. ഇപ്പോൾ 16ഓ 17ഓ വയസ്സിൽ അല്ലെങ്കിൽ 15ാമത്തെ വയസ്സിൽ നമ്മുടെ കുട്ടിയുടെ ഒരു പ്രണയത്തെക്കുറിച്ച് അറിയുമ്പോൾ നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. അതേ കുട്ടി 20ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 25ാമത്തെ വയസ്സിലോ ഇന്ന ആളെയാണ് എനിക്ക് ലൈഫിൽ വേണ്ടതെന്ന് പറയുമ്പോൾ നീ ആ തീരുമാനം എടുക്കാറായിട്ടില്ല എന്നല്ല പറയേണ്ടത്. വി റെസ്പെക്ട് യുവർ ചോയ്സസ്. അപ്പോൾ അതെ, ലെറ്റ്സ് ഡിസ്കസ്. നമസ്കാരം. നമുക്കൊപ്പം നിന്നുള്ളത് അശ്വതി ശ്രീകാന്താണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? കുട്ടികളും കാര്യം കുടുംബമൊക്കെ സുഖമായിട്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വർക്ക് നന്നായി പോകുന്നു. ഓക്കെ. നമ്മൾ സ്ഥിരം ക്ലീഷേ ക്വസ്റ്റ്യൻ ആയിരിക്കാം എന്ന് തോന്നും തുടക്കം, പിന്നെ മാറിക്കോളും. ഓക്കെ. ആങ്കർ, അതേപോലെ തന്നെ RJ, എഴുത്തുകാരി, പിന്നെ അഭിനേതാവ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഇതിലൂടെ പോവാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ എനിക്കൊരു ഡിഫറെന്റ് കലാസാഹിത്യം അതൊക്കെ നമുക്ക് ചേച്ചിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഇറ്റ്സ് ബിക്കമിങ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ഒരു ലൈഫ് കോച്ചായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംരംഭകയായി വരികയുണ്ടായി, അല്ലെങ്കിൽ ഒരു സ്ഥാപകയായി വരികയുണ്ടായി. ഈ ഇറ്റ്സ് ബിക്കമിങ് അതിൻ്റെ ഒരു എന്താണ് ഐഡിയ എന്താണ് ചേച്ചി? ബിക്കമിങ് എന്ന് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ മാത്രമാണ് ഇറ്റ്സ് ഉള്ളത്. ഓക്കെ. ബിക്കമിങ് എന്നാണ് ആ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ പേര്. അതൊരു പ്ലാറ്റ്ഫോമാണ്. ആക്ച്വലി മെൻ്റൽ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവാണ്. വേൾഡിൻ്റെ പല ഭാഗത്തുള്ള സൈക്കോളജിസ്റ്റുകളെയും ലൈഫ് കോച്ചസിനെയും ഒക്കെ കണക്ട് ചെയ്ത് കൊടുക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ നമുക്ക് ഇൻഹൗസിലൊരു ടീമുണ്ട്, ആൻഡ് ഓൾസോ നമുക്ക് വേൾഡിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് അസോസിയേറ്റ്സ് ആയിട്ടുള്ള എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒരു മെൻ്റൽ ഹെൽത്ത് സർവീസ് അന്വേഷിച്ച് വരുന്ന ആളുകളെ അവരിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ബിക്കമിങ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് ഇൻഡിവിജ്വലായിട്ട് ഇത്തരം കാര്യങ്ങളുമായിട്ട് വന്ന ആളുകളെ എനിക്കൊരാൾക്ക് ഒറ്റയ്ക്ക് സെർവ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പെർട്ടൈസിൻ്റെ പരിധിയിൽ നിൽക്കുന്നതോ മാത്രമല്ല ചുറ്റുമുള്ളവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്നത്രയും കാര്യങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹത്തോടെ തുടങ്ങിയതാണ്. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് വരുന്നൊരു ഫേസിലാണ്. ഓക്കെ. ഇതിൽ നിന്ന് ഒരുപാട് പേർക്ക് എന്തായാലും ഡെഫിനറ്റ്ലി പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും ഒരു മനസ്സിന് വളരെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു റെസ്പോൺസോ അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അതങ്ങനെ ഒരെണ്ണം പെർട്ടിക്കുലറായിട്ട് ഓർത്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഡേ ടു ഡേ നമുക്ക് ഒരുപാട് സെഷൻസ് നടക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും അതുപോലെയുള്ള സ്റ്റോറീസ് ഡെയിലി വിറ്റ്നസ് ചെയ്യുന്നതാണ്. അപ്പം അതുപോലെ ആത്മഹത്യയിൽ നിന്ന് തിരിഞ്ഞ് നടന്നിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആത്മഹത്യ മുഖത്തൊക്കെ നിന്നിട്ട് വിളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ലൈഫിൻ്റെ ഫേസസ് കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ വന്നിട്ട് ലൈഫിൽ അവർക്ക് ചേഞ്ച് ഉണ്ടാവുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു, ആക്ടറും അതേപോലെ തന്നെ റൈറ്ററും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ നിൽക്കുന്ന ഒന്നാണ് 2 സുന്ദരി കുട്ടികളുടെ അമ്മയും കൂടിയാണ്. സോ ഹൗ ഇസ് ഈ മദർഹുഡ് എങ്ങനെ പോകുന്നു? മദർഹുഡ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതൊരു ലേണിംഗ് പ്രോസസ്സാണല്ലോ. അപ്പം ആരും ഒരു പെർഫെക്റ്റ് പേരൻ്റ് അല്ല, അതുപോലെ തന്നെ ഞാനും അല്ല. മദർഹുഡ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഒപ്പം ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഓരോ ദിവസം ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച്, എനിക്ക് തോന്നുന്നു ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും കാര്യങ്ങൾ ഞാൻ പലപ്പോഴും അവരിൽ നിന്നാണ് ലേൺ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു പ്രോസസ്സാണ് മദർഹുഡ്. അതുകൊണ്ട് തന്നെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്.
അതായത് ചേച്ചിയുടെ ഒരു പോസ്റ്റ് ഞാൻ FB ഇട്ടിരുന്ന കണ്ടിരുന്നായിരുന്നു. ഐ എം നോട്ട് എ സൂപ്പർ മോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്. അതെനിക്ക് കണ്ട സമയത്ത് ലേണിംഗ് ടു ബി എ മദർ എന്ന് പറഞ്ഞ ശശി ദേശ്പാണ്ഡെയുടെ ഒരു പുസ്തകം ഉണ്ട്. ആ പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട് ഞാനൊരു പെർഫെക്റ്റ് അമ്മയല്ല. കാരണം അവർക്ക് ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് അവർ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം വരുന്ന സമയത്ത് അവർക്ക് ചോക്ലേറ്റ്സിനോട് ആഗ്രഹം തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഉറക്കം ഒളിച്ച് കുട്ടികളെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഇറിറ്റേഷനെ പറ്റി. പക്ഷെ പല കാലത്തും നമ്മൾ ഈ പറഞ്ഞ വളരെ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടിരുന്ന ഒരു പൊസിഷൻ ആയിരുന്നു മദർ അല്ലെങ്കിൽ മദർഹുഡ് എന്ന് പറയുന്നത്. അവിടെ സ്ത്രീകൾ സർവം സഹയായി നിൽക്കുക അല്ലെ, ആ ഒരു രീതിയൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആളുകളാണെങ്കിലും ഒരുപാട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മാറ്റത്തെ ചേച്ചി എങ്ങനെയാണ് കാണുന്നത്? ഒരുപാട് പേർക്ക് സംസാരിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ തുറന്നു കിട്ടുമ്പോൾ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കുറച്ചും കൂടെ പുറത്തേക്ക് കേൾക്കുന്നു എന്നുള്ളതാണ്. പണ്ടും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു മദർഹുഡ് എന്ന് പറഞ്ഞാൽ. അത് മദർഹുഡിൻ്റെ ഒരു ഭംഗിയെയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മഹത്വത്തെയും കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമല്ലത്. അപ്പം ആളുകൾ ഈ പറഞ്ഞ പോലെ എന്നോടും പലരും പറയാനുണ്ട്, ഇപ്പോൾ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഇപ്പോൾ പുതിയ കുട്ടികൾ ഇപ്പോൾ പലരും ഇപ്പോൾ ഒരു മാരേജ് കഴിയുമ്പോഴേക്കും ചൈൽഡ് ഫ്രീ മാരേജ് ഓപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് എന്നൊക്കെ പറയുമ്പം അത് ഇതിനോടുള്ള ഒരു ഫിയർ കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നുന്നത് നമ്മൾ കൃത്യമായിട്ട് എന്തിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ പോകുന്നതും പിന്നെ ഒരാൾ അതിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല, ഇത് എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ ഒരു മെജോറിറ്റി സ്ത്രീകൾ കടന്നു പോകുന്നൊരു ഫേസ് ആണ്. ഈ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ഇമോഷണലി മെൻ്റലിയും ഒക്കെ ഫിസിക്കലി ഒക്കെ ആ സമയത്ത് ഉണ്ടായേക്കാവുന്ന ചാലഞ്ചസ്, സോഷ്യൽ പ്രഷറുകൾ, ഇതൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെയാണ്. ഇത്തരത്തിലുള്ള സപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇതിൽ കൂടെ പ്രോപ്പറായിട്ട് നാവിഗേറ്റ് ചെയ്യാം. ആ ഒരു അവയർനെസ്സോട് കൂടി പോകുന്നതും നല്ല വ്യത്യാസം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതൊന്നും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നൽ. ഞാൻ ആദ്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇട്ട ഒരു സമയത്ത് എനിക്ക് സ്ത്രീകളിൽ നിന്നുണ്ടായൊരു റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ അവരിൽ ഒരുപാട് പേര് ആ സമയത്താണ് റിയലൈസ് ചെയ്യുന്നത് ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല എന്നുള്ളത്. അപ്പൊ ശരിക്കും അവിടെ ഒരു വുമൻ സർക്കിൾ ഫോം ചെയ്യായിരുന്നു ഈ കമന്റിന്റെ കമന്റ്സ് ആയിട്ട്. ശരിക്കും സ്ത്രീകളൊക്കെ എന്റെ പ്രശ്നം എങ്ങനെയാണ്, ഞാനും ഇത് കൂടെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ലൈക്ക് ഒരുപാട് പേർക്ക് അങ്ങനെ പറയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നമുക്ക് ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീൽ വരും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുന്ന സമയത്തും ഇങ്ങനെ വിവാഹം എന്ന് പറയുന്നത് നമ്മൾ റിലേഷൻഷിപ്പുകളും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ റിലേഷൻഷിപ്പിൽ നമുക്ക് വളരെ ഓക്കെ ആയിട്ടുള്ള ഒരാളെ ചിലപ്പോൾ വിവാഹത്തിലേക്ക് വരുന്ന സമയത്തേക്ക് ഓക്കെ ആവില്ല എന്ന് നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം അതായത് യൂഷ്വലി പറയുന്ന ഒരു ഇതുണ്ട്, അതായത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന ആ പാർട്ട്ണർ എന്ന് പറയുന്നത് നാളെ ഒരു പേരന്റ് കൂടി ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സോ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് നോക്കണം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു തോട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫിലോസഫി എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു റിയാലിറ്റിയോട് എങ്ങനെയാണ്, എന്താണ് ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കുടുംബം എന്ന് പറയുന്ന ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതും അതിൽ നിന്ന് തലമുറകൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതും ആ കുട്ടികളെ സുരക്ഷിതമായിട്ട് സംരക്ഷിക്കാനുള്ള ഒരു യൂണിറ്റ് ആയിട്ട് കുടുംബം ആക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ ആയിരുന്നല്ലോ ആ ഒരു വ്യവസ്ഥിതി തന്നെ. അപ്പം ആ ഒരു സമയത്ത് ഇവിടെയുള്ള രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മിക്കവാറും കുട്ടികളുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അമ്മയ്ക്കാണ്. നേച്ചർ തന്നെ അതങ്ങനെ അസൈൻ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ബിക്കോസ് 6 months അമ്മ തന്നെ ഫീഡ് ചെയ്യണമല്ലോ. അപ്പോൾ നേച്ചർ തന്നെ അത് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന നേച്ചറേഴ്സ് ആയിട്ട് പ്രൈമറി ആയിട്ട് നേച്ചർ തന്നെ കാണുന്നത് അമ്മമാരെയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ കുടുംബം എന്ന് പറയുന്ന ഒരു യൂണിറ്റിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് അച്ഛനും ചെയ്യേണ്ട കുറേ റോളുകളുണ്ട്. അങ്ങനെയാണെങ്കിലാണ് ഇന്നത്തെ ഒരു ഇതിൽ നമുക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വലിയൊരു ട്രൈബായിട്ട് മനുഷ്യർ ജീവിച്ചിരുന്ന സമയത്ത് ഒരു കുഞ്ഞിന് പല അമ്മമാരുണ്ടാവും അവിടെ കൈകാര്യം ചെയ്യാനും സഹായിക്കാനും ഒക്കെ ആയിട്ട്. പക്ഷെ നമ്മളിപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ചുരുങ്ങുന്ന സമയത്ത് അച്ഛനും അമ്മയും ഈ 2 പേരിലേക്ക് ഒതുങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മൾ ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടെങ്കിലാണ് ഈ കുഞ്ഞിന് ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വളർന്നു വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൻറ്റിങ്ങിനെ കുറിച്ചുള്ള കോൺസെപ്റ്റുകളും അതിനെക്കുറിച്ചുള്ള നമ്മുടെ വാല്യൂ സിസ്റ്റംസും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ മാച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിയെ ഇങ്ങനെയൊക്കെയാണ് വളർത്താൻ ആഗ്രഹം. എനിക്കിപ്പോൾ ഒരു റിലീജിയൻ്റെ ഒരു അടിത്തറ കൊടുത്തിട്ടല്ല എനിക്ക് എൻ്റെ കുട്ടിയെ വളർത്താൻ ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് വേറെ ഇത്തരം പേരൻറ്റിങ് രീതികളിലൂടെ എനിക്ക് കുട്ടിയെ വളർത്താൻ ആഗ്രഹം എന്നൊക്കെ നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണർ കൂടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെയിം പേജിലാണെങ്കിൽ അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ നമ്മളൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 2 പേരും ചിന്തിക്കേണ്ടതാണ്, നമ്മൾ ആ പരിചയപ്പെടുന്ന കാലഘട്ടത്തിൽ ഇവരുടെ ചില ബിഹേവിയറൽ ഇഷ്യൂസ് ആവാം, ചില മാനറിസംസ് ആവാം, ചില നമുക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത ചില കാര്യങ്ങൾ ഇത് ഇതേപോലെ ആയിരിക്കും നാളെ ചിലപ്പോൾ നമ്മുടെ കുട്ടിയിൽ റിഫ്ലക്റ്റ് ചെയ്യാം.
അപ്പൊ ആ സമയത്ത് നമുക്കിത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളൊരു അവയർനെസ് ഉണ്ടാക്കുക. ഇതൊക്കെ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ പാളിച്ചകൾ ഉണ്ടാവും അല്ലേ? നമുക്ക് എല്ലാം മനുഷ്യരാണ്, നമുക്ക് ലിമിറ്റേഷൻസ് എന്തായാലും ഉണ്ട്. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, ബോധപൂർവം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ പലരും ഇന്ന് ശരിയായിക്കോളും, നാളെ ശരിയാക്കിക്കോളും, ഇങ്ങനെ സ്വാഭാവികമായും കുറച്ച് നാളുകൾക്ക് മുൻപ്, ഇപ്പൊ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നാലും കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു വിവാഹം കഴിച്ച് ഒരു നന്നാക്കാനുള്ളൊരു ഒരു വസ്തുവായി സ്ത്രീകളെ കാണുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പലരും. സ്ത്രീകളെയാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് അല്ലെ? അപ്പൊ അങ്ങനെ ആ ഒരു നന്നാക്കൽ മെഷീനായിട്ട് സ്ത്രീകളെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിൽ നിന്ന് കുറെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? മാറ്റങ്ങള് വന്നിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഒരുപാട് പേര് ഇപ്പോഴും പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷനായിട്ട് പറയുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്നുള്ളതാണ്. നമ്മുടെ ഒട്ടുമിക്ക എന്ത് പ്രശ്നം ആയിക്കോട്ടെ, നിങ്ങളൊരു മാനസിക പ്രശ്നം പറഞ്ഞു നോക്കൂ, അല്ലെങ്കിൽ ഒരു ശാരീരിക ബുദ്ധിമുട്ട് പറഞ്ഞു നോക്കൂ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ട്രബിൾ ആയിക്കോട്ടെ, എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും പറയും ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് ശരിയാവും എന്നാണ്. നന്നാവോ ഇല്ലയോ എന്നുള്ളത് ശരിയാകും എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങനെ അധികം പെട്ടെന്ന് ശരിയായി കാണാറില്ല എന്നുള്ളതാണൊരു വസ്തുത. അപ്പം കല്യാണം ഒന്നിനെ ശരിയാക്കാനോ ആരെയും ഫിക്സ് ചെയ്യാനുള്ള ഒരു മെത്തേഡൊന്നും ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു മാരേജിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവോൾവ് ആവുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. മാരേജിലേക്ക് എന്നല്ല, ടുഗദർനെസ് എന്നുള്ള ഒരു സ്പേസിലേക്ക് വരുമ്പോൾ മാറുന്ന മനുഷ്യരുണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ പൊതുവെ സ്ത്രീകൾക്കും ഉള്ളൊരു ധാരണയുണ്ട്, എനിക്ക് ഈ മനുഷ്യനെ മാറ്റിയെടുക്കാൻ പറ്റും, നമ്മള് ഒരാളെ എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു നർച്ചറർ എന്ന് പറയുന്ന ഒരു എലമെന്റ് മിക്ക സ്ത്രീകളിലും ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്യാനും ഫിക്സ് ചെയ്യാനും നന്നാക്കാനും ഒക്കെ ഉള്ളൊരു ത്വര കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നുന്നൊരു കാര്യം, സ്ത്രീകൾക്ക് തന്നെ തോന്നും, ഈ മിക്കപ്പോഴും നമ്മൾ പറയില്ലേ, ഈ കുറച്ച് വഷളത്തരം കാണിക്കുന്ന ബോയ്സിനോട് പെൺകുട്ടികൾക്കൊരു അല്ലെ, നന്നായി നടക്കുന്ന ആണുങ്ങൾക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ല, പക്ഷെ ഇവന്മാർക്കൊക്കെ പെണ്ണ് കിട്ടുന്നത് ഇങ്ങനെ നമ്മൾ പലപ്പോഴും കമന്റ് ബോക്സിലൊക്കെ കാണുന്നൊരു ഡയലോഗാണ്. അപ്പൊ സ്ത്രീകൾക്ക് പൊതുവെ അങ്ങനെ ഒരു തോന്നല് പല പെൺകുട്ടികളും ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇയാളെ എനിക്ക് നന്നാക്കാൻ പറ്റും, ഞാൻ കൂടെ നിന്ന് ഇയാളെ നന്നാക്കാന്ന് പറയുന്നത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ തോന്നുന്ന ഒരു സ്റ്റേജ് ഉണ്ട് മിക്ക പെൺകുട്ടികൾക്ക്. അപ്പോൾ അത്തരം ഒരു ഫേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഏർജ് ഉണ്ടാവും. പക്ഷെ ഇതുവഴി നന്നായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും കേട്ടോ. നമുക്ക് വേണ്ടി ഒരാൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് മാറിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ അതൊരിക്കലും ഒരു സൊല്യൂഷൻ അല്ല, ഒരാളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. പിന്നെ ഇത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യം, സ്ത്രീകൾക്ക് ഈ ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് നമുക്ക് കോൺസ്റ്റന്റ്ലി ഇപ്പം നമ്മളൊരു വിവാഹത്തിലാണെങ്കിൽ പോലും പാർട്ട്ണറിനെ എപ്പോഴും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാവും. അപ്പം മിക്ക പുരുഷന്മാരും അതിൻ്റെ പുറത്ത് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ സമയമില്ലാണ്ട് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ കടയിൽ പോയിട്ട് ഒരു 10 സാധനം എല്ലാം പ്രോപ്പറായിട്ട് മേടിച്ചുകൊണ്ട് വന്ന ഭർത്താവായിരിക്കും, പക്ഷെ നമ്മൾ മേടിക്കാതെ പോയൊരു സാധനം അല്ലെങ്കിൽ മേടിച്ചൊരു സാധനത്തിൻ്റെ കുറ്റമായിരിക്കും പെട്ടെന്ന് പോയിന്റ് ചെയ്യുക. ബിക്കോസ് ഇത് സിസ്റ്റം നന്നായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഏർജ് കൂടുതലുള്ളത് കൊണ്ട് സ്ത്രീകൾ പെട്ടെന്ന് ഇത് പോയിന്റ് ചെയ്യും. അപ്പോൾ ഇത്ര എഫേർട്ട് എടുത്ത് വന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ചെയ്തതിനൊന്നും അപ്പോൾ ഒരു വിലയില്ലല്ലേ എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ റിലേഷൻഷിപ്പിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആർക്കും ആരെയും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം അല്ല ഇത്. എന്നാൽ ഇത് ഒരുമിച്ച് പോകുന്ന സ്പേസിൽ നന്നായി പോകുന്ന ഇടങ്ങളും ഉണ്ട്. അതെ, നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ മാരേജ് എന്ന് മാത്രമല്ല, ഈ ചൈൽഡിനെ ബിയർ ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിൽ പോലും ഇപ്പോൾ നല്ല മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളല്ല, ഒരു 1 മന്തിനിടയ്ക്കായിട്ട് നമ്മൾ നടന്നൊരു സംഭവമാണ് ദിയ കൃഷ്ണയുടെ ഒരു പ്രഗ്നൻസിയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഭവം. അപ്പം ആ ഒരു സമയത്ത് പലർക്കും ഈ പറയുന്ന പോലെ സത്യം പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഡെലിവറീസ്, അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ ഒരു അമ്മയായിരിക്കാം ഉണ്ടാവുക, അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് അവരുടെ ഒരു കുടുംബം അവിടെ നിൽക്കുന്നു. പക്ഷെ അതിന് വ്യാപകമായ അല്ലെങ്കിൽ കൂടിയും ഉണ്ടായിട്ടുണ്ട്, അതിനുമെതിരെയും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആളുകളിൽ വരുന്നത്. ഈ ഒരു ശരിക്കും ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. പക്ഷെ ഇതിനെങ്ങനെയാണ് ചേച്ചി കാണുന്നത്? ഈ അതായത് ഈ ഡെലിവറി റൂമിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഡെലിവറി സമയത്തേക്ക് ഒരു പുരുഷൻ എൻട്രി ചെയ്യുന്ന ഒരു മാറ്റം, ആ ഒരു കാലത്തിനൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ആ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ 2ാമത്തെ മകൾ ഉണ്ടാവുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് ലേബർ റൂമിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. അപ്പം ആളത് സമ്മതിക്കുകയും ചെയ്തു. ആൻഡ് ഇപ്പോഴും അദ്ദേഹം പറയാറുണ്ട് ലൈഫിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത് എന്നുള്ളത്. അപ്പം അത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കത് ഭയങ്കര കംഫർട്ടിങ് ആയിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയും, എനിക്ക് എന്തൊക്കെ ഉള്ളതിനെ കഴിഞ്ഞും ഒരു കടപ്പാട് തോന്നുന്നൊരു, നമുക്കൊരാളോട് ഓക്കെ ഹി ഡിഡ് ദാറ്റ് ഫോർ മീ എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എനിക്ക് ഏറ്റവും അധികം സപ്പോർട്ട് വേണ്ട ഒരു മൊമെൻറ്റിൽ
കൂടെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇതിനും ഈ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ അതൊരു ഇതിനും പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം ചില സ്ത്രീകൾക്ക് അത് വേണ്ടെന്ന് പറയുന്നവരുണ്ട്. എനിക്ക് അങ്ങനെ ആരും വേണ്ട, ഇത് എൻ്റെ ഒരു പ്രൈവസിയാണ്, ഭർത്താവ് പോലും എൻ്റെ കൂടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചെക്കപ്പിന് പോകുന്ന സമയത്ത് പോലും ഭർത്താവിനെ മാറ്റി നിർത്തുന്ന ആളുകളുണ്ട്. അത് അവരുടെ പേഴ്സ്പെക്റ്റീവാണ്. അപ്പം അതല്ല ഇത് മാത്രമാണ് ശരിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ട്. ഒരു സ്ത്രീ അവളുടെ ഏറ്റവും വളറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന, ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻറ്റ്സ് കൂടെ കടന്നു പോകുന്ന സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ടവർ ഹോൾഡ് ചെയ്യാൻ അടുത്തുണ്ട്, അവർ നമ്മുടെ ഈ ഒരു ജേർണിയിൽ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള തോട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്ത്രീകൾ പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ അവരൊരിക്കലും മരിച്ചാലും മറക്കില്ല എന്ന് പറയുന്ന എക്സ്പീരിയൻസസ് പ്രഗ്നൻസിയിലും പോസ്റ്റ്പാർട്ടം ടൈമിലും ഉള്ളതാണ്. ആ സമയത്ത് അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളത് ഭയങ്കര പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഒരുപാട് സ്ത്രീകൾ ഇത് പറയാറുണ്ട്. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഇന്ന ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ പോസ്റ്റ്പാർട്ടത്തിൻ്റെ സമയത്ത് എൻ്റെ സ്വന്തം അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അതിപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളൊക്കെ ഇത്ര വലുതായിട്ട് പോലും എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എനിക്ക് അവരോട് പൊറുക്കാൻ പറ്റുന്നില്ല എന്ന് ഒരുപാട് സ്ത്രീകൾ പലതരം എക്സാമ്പിൾസ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ആ സമയത്ത് എങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ്. ഒരു ആസ് എ മദർ, ഈ ഇപ്പം ഒരു രണ്ടാമത്തെ കുട്ടിയിലേക്ക് വന്നു, പക്ഷെ ആദ്യത്തെ കുട്ടിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ പുതിയൊരാളാണ്. അപ്പം ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു അമ്മയും ജനിക്കുന്നു, അല്ലെങ്കിൽ അമ്മയും അച്ഛനും ജനിക്കുന്നു എന്നുള്ള ഒരു സംഭവമുണ്ട്. ഇതെങ്ങനെയാണ് ചേച്ചിയുടെ ലൈഫിലൊരു, എങ്ങനെയാണ് ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ജേർണി എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് ഇപ്പൊ കുറച്ചുകൂടി അതിലൊരു പ്രാവീണ്യമോ എന്താണ് എനിക്ക് ആ വേർഡ് അറിയില്ല, പക്ഷെ അതിൽ കുറച്ചുകൂടി ഒരു ഇതായിട്ട് എത്തിയിട്ടുണ്ടാവും. പക്ഷെ ശരി, ഇപ്പം ആദ്യത്തെ കുഞ്ഞുണ്ടാവുന്ന സമയത്ത് നമുക്കെല്ലാം പുതിയതാണല്ലോ, എല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, നമുക്കൊരു ക്ലൂ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ എത്ര വായിച്ചു എന്ന് പറഞ്ഞാലും എത്ര പഠിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ ആവില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസോട് കൂടി ആദ്യത്തെ കുഞ്ഞ് വന്ന സമയത്ത് എൻ്റെ കൺഫ്യൂഷൻസും കൺസേൺസും ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ അതിനെ ഡീൽ ചെയ്ത രീതികൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അതിനകത്ത് എനിക്ക് തെറ്റിപ്പോയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു സെക്കൻഡ് പ്രഗ്നൻസിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺഷ്യസ്ലി കുറേ കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റി. ഇന്നതാണ് എനിക്ക് വേണ്ടത്, ഇന്ന ബൗണ്ടറീസ് എനിക്ക് ഈ സമയത്ത് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ആദ്യത്തെ പ്രഗ്നൻസി ആ ഒരു സമയത്ത് ഞങ്ങൾ വേണ്ടവണ്ണം അതിനു വേണ്ടി പ്രിപ്പയർ ആയിരുന്നില്ല, അവെയർ ആയിരുന്നില്ല എന്നുള്ളൊരു തോട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആസ് പേരൻസ് ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടും ഞങ്ങൾക്ക് കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആവാമായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ആ പ്രിപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നൊരു സമയമാണ് രണ്ടാമത്തെ പ്രഗ്നൻസി എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചും കൂടെ നല്ലൊരു സ്റ്റേറ്റിലിരുന്നിട്ടാണ് രണ്ടാമത്തെ ആളെ വെൽക്കം ചെയ്തത്. അത് നമ്മളായിട്ട് എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത പ്രിവിലേജസ് ആണ്. അപ്പോൾ അതുണ്ടായിരുന്നു രണ്ടാമത്തെ ആൾ ജനിക്കുന്ന സമയത്ത്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ആദ്യത്തെ എന്നല്ല, ഇപ്പോൾ നമുക്ക് 3 or 4 പ്രസവത്തിൻ്റെ എക്സ്പീരിയൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കുറച്ച് ആശങ്കകൾ കുറയുന്നേ ഉള്ളൂ. ഓരോ കുട്ടിയും യുണീക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് മൂത്ത മകളെ വളർത്തിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് രണ്ടാമത്തെ ആളെ ഞാനങ്ങ് വളർത്താം എന്ന് വിചാരിച്ചാൽ കുട്ടിയുടെ നീഡ്സ് ഡിഫറെൻ്റ് ആണ്, അവൾ ഓരോന്നിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതികൾ ഡിഫറെൻ്റ് ആണ്. ആസ് എ മദർ ഞാനും മാറിയിട്ടുണ്ട്. നമ്മൾ പറയും ആദ്യത്തെ കുട്ടിക്ക് കിട്ടുന്ന അമ്മയും അച്ഛനെ ആയിരിക്കില്ല രണ്ടാമത്തെ കുട്ടിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മിഡിൽ ചൈൽഡിനോട് പേരൻസ് എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കില്ല ഏറ്റവും ഇളയ കുട്ടിയോടും മൂത്ത കുട്ടിയോടും. അപ്പോൾ ഓരോ കുട്ടിക്കും അതായത് ചില കുട്ടികൾ ഭയങ്കര ചൈൽഡ്ഹുഡ് ട്രോമ ഉള്ള കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അവരുടെ തന്നെ സിബ്ലിങ്സ് പറയൂ, ഇത്രയും നല്ല അച്ഛനും അമ്മയെ കുറിച്ച് നിനക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നു എന്ന് തോന്നുന്നു. അതായത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു ചേഞ്ച് എനിക്ക് ഈ ഒരു പാരൻറ്റിങ് ജേർണിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂത്ത മകൾ ഉണ്ടായിരുന്ന സമയത്തെ പോലെയല്ല, ഞാൻ വളരെ മാറിയ ഒരു അമ്മയാണ് രണ്ടാമത്തെ ആൾ വന്ന സമയത്ത്. കുട്ടികളിലെ ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് നമ്മൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ പേരൻസ് അത്ര അറിഞ്ഞുകൊണ്ടൊരു ഇതുണ്ടാക്കുന്ന രീതിയിൽ ട്രോമ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. പക്ഷെ അങ്ങനെ കുട്ടികളിലെ ട്രോമാസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരോട് കുറച്ചുകൂടി കുറച്ചുകൂടി കരുതലോടുകൂടി പെരുമാറേണ്ട ഇടങ്ങളുണ്ട് എന്ന് ഫീൽ ചെയ്തിട്ടുള്ള അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ? അങ്ങനെ ചോദിച്ചാൽ നമ്മളിപ്പോൾ ദിവസേന കേൾക്കുന്ന കഥകളിൽ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള അൺഹീൽഡ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡിൻ്റെ എലമെൻറ്റ്സ് കാണാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഒക്കെ ഉള്ളിൽ ആ ഒരു ഇന്നർ ചൈൽഡ് വൂണ്ടഡ് ആയിട്ടുള്ളൊരു ഭാഗം ഉണ്ടെന്ന് പറഞ്ഞാൽ, അതിപ്പോൾ നമ്മുടെ പേരൻസ് ഇപ്പോൾ എത്ര കരുതലുള്ള പേരൻസ് ആണെങ്കിലും അവർ എത്ര അധികം നന്നായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും
ഇതൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതിപ്പോൾ പേരൻസിൽ നിന്ന് തന്നെ വരണമെന്നില്ല. അതെ. ചൈൽഡ്ഹുഡിലുള്ള നമ്മുടെ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസുകളിൽ എവിടെന്നെങ്കിലുമൊക്കെ നമുക്കൊരു നെഗ്ലക്ട് ഫീൽ ചെയ്യും. ചിലപ്പോൾ ആക്ച്വലി അവർ നമ്മളെ നെഗ്ലക്ട് ചെയ്ത് ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ റിയാലിറ്റി അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളെ വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോരുന്ന ഒരമ്മയാണ്. അപ്പോൾ എൻ്റെ കുട്ടികളിൽ ചിലപ്പം ഒരാൾക്കത് വളരെ ഓക്കെ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. എന്നാൽ ചിലപ്പോൾ മറ്റൊരാൾക്ക് അവൾക്ക് ഏറ്റവും വേണ്ട ഒരു അവസരത്തിൽ എനിക്ക് ഫസ്റ്റ് റീച്ച് ഔട്ട് ചെയ്യാൻ എൻ്റെ അമ്മ ഇവിടെ ഇല്ലല്ലോ എന്നുള്ള ഒരു തോന്നലായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ അവൾക്ക് ഒരു അബാൻഡൻമെൻ്റ് ആയിരിക്കും ചിലപ്പോൾ ആ സമയത്ത് ഫീൽ ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികളത് മനസ്സിലാക്കും. എനിക്കിപ്പോൾ കോൺഷ്യസ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും, ഓക്കെ എൻ്റെ അമ്മ ജോലിക്ക് പോയതാണ്, ഇന്നതാണ് കാരണം, എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലാന്ന് മനസ്സിലായാൽ പോലും ചിലപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു അബാൻഡൻഡ് ആയ ഒരു ഫീല് ചിലപ്പോൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇത് ഈ ഒരു സമയത്തൊന്നും ആയിരിക്കില്ല റിഫ്ലക്ട് ചെയ്യുന്നത്, ഇവരുടെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പിലായിരിക്കും ചിലപ്പോൾ ഇത് റിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മുടെ പാർട്ട്ണർ ചിലപ്പോൾ വൈകി വരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ സൈഡിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു റെസ്പോൺസ് കിട്ടാതെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ഒരു എക്സ്പീരിയൻസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പേരൻറ്റ് പോയതുപോലെ നമ്മുടെ പാർട്ട്ണറും നമ്മളിൽ നിന്ന് പോകുമോ എന്നുള്ളൊരു തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം അവർ ആങ്ഷ്യസ്ലി അറ്റാച്ച്ഡ് ആവും ചിലപ്പോൾ പാർട്ട്ണറുമായിട്ട്. സോ ഒരുപാട് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ഈ ചൈൽഡ്ഹുഡിലുള്ള എക്സ്പീരിയൻസസ് ആണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ചൈൽഡ്ഹുഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എത്ര നന്നായി നമ്മൾ പാരൻ്റ് ചെയ്തെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു എക്സ്പീരിയൻസുകളെങ്കിലും ഇല്ലാത്ത കുട്ടികൾ വളരെ കുറവാണ്. അതുപോലെ കുട്ടികളെ നമ്മൾ ഈ സ്ഥലങ്ങളിൽ നമ്മൾ നിത്യേന കേൾക്കുന്ന വാർത്തകളാണ്. പക്ഷെ നമ്മൾ പേരൻ്റ് അല്ലാതെ ഒരാൾ, ചിലപ്പോൾ പേരൻസിൽ നിന്ന് തന്നെ ഉണ്ടാവാറുണ്ട്, അവർക്കൊരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ ഒരു കാലത്ത് നമുക്ക് ഈ പറയുന്നത് പോലെ രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളും പറയും. പക്ഷേ ഈ കുട്ടികൾ ഇതിൽ നിന്നുണ്ടാവുന്ന, അല്ലെങ്കിൽ കുട്ടികൾ ഇതിൽ നിന്ന് നേരിടുന്ന ട്രോമ എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നോട്ടുള്ള ഒരു ഫ്യൂച്ചറിൽ അങ്ങേയറ്റം വരെയും ചിലപ്പം കൊണ്ടുപോയേക്കാം. ചെറിയ പ്രായത്തിലുണ്ടായതായിരിക്കും. ഇപ്പം ഈ ഒരു സംഭവത്തിന് നമുക്ക് എന്താ ശരിക്കും ചെയ്യാൻ പറ്റുക? സത്യം പറഞ്ഞാൽ എല്ലാത്തിനും വിക്ടിമാവുന്നത് കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. ഇപ്പം അച്ഛനും കരിയർ ഫോക്കസ്ഡ് ആവും, അമ്മയും കരിയർ ഫോക്കസ്ഡ് ആവും. അങ്ങനെ ആവരുതെന്ന് പറയാൻ നമുക്ക് നിവൃത്തിയില്ല. ചിലപ്പോൾ നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകൾ കൊണ്ട്, നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടുകൾ കൊണ്ട്, പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ഒക്കെ കൊണ്ട് എന്തായാലും നമുക്ക് വർക്ക് ചെയ്യേണ്ട, രണ്ടുപേർക്കും വർക്ക് ചെയ്യേണ്ട അത്തരത്തിലുള്ളൊരു സാമൂഹിക സ്ഥിതിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് കുട്ടികളാണ്. അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ മറ്റൊരാളെ നമുക്ക് കുട്ടിയെ നോക്കാൻ ഏൽപ്പിക്കേണ്ടി വരും. കുട്ടികളുടെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ടൈമിന് കുറവുണ്ടാവും. അപ്പോൾ ആ ഒരു കുറവുണ്ടാവുമ്പോൾ അതവരെ ബാധിക്കാത്ത തരത്തിൽ എങ്ങനെ നമുക്ക് അവരുടെ കൂടെ ക്വാളിറ്റി സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളതും, നമ്മുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെക്കുറിച്ച് പോലും നമുക്ക് എങ്ങനെ അവെയർ ആവാന്നുള്ളതും, ആ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് എല്ലാ സമയത്തും എങ്ങനെ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതും, ഈ കാര്യത്തിലാണ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒരു അവയർനെസ് ഉണ്ടാക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ആസ് എ പേരൻറ്റ് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പണ്ടത്തെ പോലത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്, അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ഇനിയത്തെ കാലത്ത് നമ്മൾ പേരൻറ്റിങ് പഠിച്ചിട്ട് വേണം ചെയ്യാൻ. എന്തൊക്കെ ചെയ്താലായിരിക്കും ഇത് ഓക്കെ ആവുക? കാരണം നമ്മൾ ഒത്തിരി ലിമിറ്റേഷൻസിൽ നിന്നിട്ടാണ് ഇപ്പോൾ കുട്ടികളെ വളർത്തുന്നത്. കുട്ടികളുടെ ഒരു ബേസിക് നീഡാണ് ഇഷ്ടം പോലെ മൂവ് അറൗണ്ട് ചെയ്യുക, ഓടിച്ചാടി കളിച്ച് നടക്കുക എന്നുള്ള അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഭയങ്കര ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് എത്ര സ്ഥലമുണ്ട് മൂവ് അറൗണ്ട് ചെയ്യുക എന്നുള്ളത് തന്നെ അല്ലേ? മിക്ക കുട്ടികൾക്കും ആ വീടിൻ്റെ ഒരു ഇട്ടാവട്ടത്തിലാണ് കുട്ടികളൊക്കെ കളിക്കുന്നത്. അവർക്ക് നേച്ചറിൽ ഇറങ്ങാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഉള്ള അവസരങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൽ നിർത്തിക്കൊണ്ട് നമുക്ക് അവരെ ഏറ്റവും നല്ല ഹ്യൂമൻ ബീങ്സ് ആയിട്ട് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുക? നമ്മുടെ ഈ ലിമിറ്റേഷൻസ് ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ലേണിംഗ് ഉണ്ടാവണം. എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഇതനുസരിച്ച് വളരുന്ന കുട്ടി അങ്ങനെ വളരട്ടെ എന്ന് പറയുന്നത്, അതിനോടാണ് ഒരു പൊരുത്തപ്പെടാൻ പറ്റാത്ത ഇതുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ കുറച്ച് പേരൻറ്റിങ്ങും കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഇപ്പം സാമാജികമായി ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന കുറച്ച് വാർത്തകളുണ്ട്. നമ്മുടെ ഹെഡ്ലൈനുകളായി പോയിക്കൊണ്ടിരിക്കുന്ന വളരെ നമ്മളെ ആകുലപ്പെടുത്തുന്നതായിട്ടുള്ള കുറച്ച് വാർത്തകളാണ്. ഇപ്പം വിഭജികയുടേതാണെങ്കിലും, അതേപോലെ തന്നെ മുൻപത്തെ ഉത്ര, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നേഘ, ഇപ്പോൾ അതുല്യ, ഇങ്ങനെ കുറേ പേരുകൾ നമ്മൾ കണ്ടിന്യൂസ്ലി കേൾക്കുന്നു. നമ്മൾ ഒരുപക്ഷെ വെളിയിലൊക്കെയുള്ള ആളുകൾ വളരെ ഹാപ്പി ആയിരിക്കും എന്നൊക്കെ ആളുകൾ ചുമ്മാ ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അതല്ല. പലരുടെയും ഉള്ളിലേക്ക്, അല്ലെങ്കിൽ വീടിനുള്ളിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഡൊമസ്റ്റിക് അബ്യൂസ് നേരിടുന്നു, അല്ലെങ്കിൽ മെൻ്റൽ അബ്യൂസ് നേരിടുന്നു എന്നുള്ള സംഭവങ്ങൾ നമ്മൾ കേൾക്കണ്ടായി. ഈ ഒരു വാർത്തകളോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്?
ദുഃഖത്തോടെയും ഞെട്ടലോടെയും ഒക്കെ തന്നെയാണ് ഇത്തരം വാർത്തകൾ കേൾക്കുന്നത്. ദിവസങ്ങളോളം നമ്മൾ ഇത്തരം വാർത്തകൾ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. ഇത്തരം പല വാർത്തകളാവുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജുകൾ ഇപ്പോൾ ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ പലരുടെയും ഇത്തരത്തിലുള്ള വളരെ നമുക്കിപ്പോൾ പുറത്താരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ അടുത്ത് കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇവർ നാളെ അങ്ങനെ ഒരു വാർത്ത ആവല്ലേ എന്നുള്ളൊരു ആ ഒരു വിചാരം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് താനും. അതുകൊണ്ട് റിലേഷൻഷിപ്പ് ഭയങ്കര കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്തും പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, പക്ഷെ കാലം മാറുന്നതിനനുസരിച്ചിട്ട് പ്രശ്നങ്ങളുടെ രീതികളും മാറുന്നുണ്ട്. അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തത്, ഇപ്പോഴും പെൺകുട്ടികൾക്ക് തിരിച്ചു കയറി ചെല്ലാനൊരു ഇടമില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റ് ഒരു പെൺകുട്ടി ഷെയർ ചെയ്ത സമയത്ത്, വിവാഹിതയായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി അത് ഷെയർ ചെയ്ത സമയത്ത് ആളുടെ അമ്മ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആ പോസ്റ്റ് എടുത്ത് മാറ്റൂ, റീഷെയർ ചെയ്തത് അത് ഷെയർ ചെയ്യണ്ട, അങ്ങനെയൊക്കെ പലതും പറയും. എന്തിനെ പറ്റിയുള്ള അത് ഇപ്പൊ ഈ റീസെന്റ് ഇൻസിഡന്റിനെ കുറിച്ചാണ്. അതായത് നമുക്ക് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു അവസാന വാക്കല്ല, അത് നമ്മൾ അവനവനെ ചൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് വേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തായാലും ആത്മഹത്യ അല്ല അതിനൊരു സൊല്യൂഷൻ എന്നുള്ള തരത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അത് ഷെയർ ചെയ്തതിന് ഒരു പെൺകുട്ടിയുടെ അമ്മ അവളോട് അത് എടുത്തു മാറ്റാൻ പറഞ്ഞു എന്നാ കുട്ടി പറഞ്ഞു. അപ്പം തന്നെ നമുക്ക് അറിയാം എങ്ങനെയാണ്, എന്തൊക്കെ വാർത്തകൾ കേട്ടാലും നീ എന്തായാലും ഡിവോഴ്സായി വന്നേക്കല്ലേ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കൂ എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ റിലേഷൻഷിപ്പിൽ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ ഹെൽത്തി ആയിട്ട് റിസോൾവ് ചെയ്യാം എന്നുള്ളതിനുള്ള നല്ല മാതൃകകളൊന്നും നമുക്കിപ്പോഴും അറിയില്ല. വളരെ നോർമലായിട്ടാണ് നമ്മളിപ്പോൾ ഡൊമസ്റ്റിക് അബ്യൂസിനെ കുറിച്ചായാലും അതൊക്കെ വളരെ നോർമലായിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ സ്ത്രീകളുടെ സൈഡിൽ അല്ലെങ്കിൽ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഡൊമസ്റ്റിക് അബ്യൂസിനെ കുറിച്ച് നമ്മൾ വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന പുരുഷന്മാരും ഉണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് ആയിക്കോട്ടെ, അതിപ്പോൾ ഈ ഫിസിക്കലി ഉള്ള അബ്യൂസ് മാത്രം ആയിക്കൊള്ളണമെന്നില്ല, വെർബൽ അബ്യൂസും വളരെ ഇൻറ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇമോഷണലി അബ്യൂസ് ചെയ്യുക, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുക, അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ കുടുംബ കോടതിയിൽ നടക്കുന്ന കേസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടിയുടെ കസ്റ്റഡി കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛനെക്കുറിച്ച് എന്തും പറയുന്ന സിറ്റുവേഷൻസ് കേൾക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത പുരുഷന്മാരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം അടുപ്പിച്ച് കുറേ വാർത്തകൾ വന്നതുകൊണ്ട് നമുക്ക് അതിനോടുള്ള നമ്മൾ വളരെ ആശങ്കയോടാണ് ഇത്തരം കാര്യങ്ങളെ ഇപ്പം സമൂഹം നോക്കിക്കാണുന്നതെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊരു ഇൻസിഡൻറ്റ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സ്റ്റെപ്പ് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒന്ന് പിൻവലിയും, എങ്ങനെയെങ്കിലും പോകുന്നിടത്തോളം പോട്ടെ എന്ന് നമ്മൾ അവരെ അഡ്വൈസ് ചെയ്യാൻ നോക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം ആസ് എ സൊസൈറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഇൻഡിവിജ്വലിന് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ഇപ്പം വിവാഹത്തിനകത്തൊരു പ്രശ്നമുണ്ട്, അതൊന്ന് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു തേർഡ് പാർട്ടി ഗൈഡൻസ് എടുക്കാം. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫ്രണ്ടിനോട് പോയിട്ട് ഈ പ്രശ്നം പറയുന്നതിനല്ല, നമ്മളൊരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ നമുക്കൊരു സപ്പോർട്ട് എടുക്കാം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വഴക്കുകളുണ്ട്, അപ്പോൾ നമ്മുടെ എന്തോ ഒരു പ്രശ്നം ഇതിനിടയിൽ ഉണ്ടല്ലോ എന്ന് ഒരു പങ്കാളി ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പാർട്ട്ണർ നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ നീ പോയി കണ്ടോ, ഞാൻ വരില്ല എന്നുള്ള സ്റ്റാൻഡിലാണ് മിക്കപ്പോഴും നിൽക്കുക. അതിപ്പോൾ ഞാൻ മോശമായിട്ടോ നീ മോശമായിട്ടോ അല്ല, നമുക്കിടയിലുള്ള എന്തോ ഒന്ന് ഈ റിലേഷൻ വർക്കൗട്ട് ആക്കുന്നതിന് എഗനിസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് റിസോൾവ് ചെയ്യാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണ, എനിക്ക് എന്നെക്കുറിച്ച് എന്തായാലും നന്നായിട്ട് അറിയാം, ഞാൻ നല്ല അടിപൊളിയാണ്, നീ മാറിയാൽ മതി എന്ന് പറയും. ഇപ്പം ആര് മാറിയാലും ആ മാറ്റത്തിനെ എങ്ങനെ റിസീവ് ചെയ്യണം എന്നുള്ളതും ഇപ്പുറത്ത് നിൽക്കുന്ന ആളും ലേൺ ചെയ്യണം. അപ്പോൾ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് പലരും അത്ര വെൽക്കമിങ് ആയിട്ടല്ല അതിനെ കാണുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ കുറച്ചും കൂടി ആ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ ഇത്രയൊന്നും കോംപ്ലക്സ് ആവുന്ന സിറ്റുവേഷനിലേക്ക് ഇത് നീണ്ടുപോവില്ല എന്ന് തോന്നുന്നു. പിന്നെ ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ എപ്പോഴും പറഞ്ഞും അടുത്ത ഞാൻ തന്നെ കുറേ വീഡിയോസിലും പോസ്റ്റിലും ഒക്കെ പറഞ്ഞൊരു കാര്യമാണ് ഈ ട്രോമ ബോണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മുടെ അബ്യൂസറിനോട് തന്നെ നമുക്ക് തോന്നുന്നൊരു ഡിപ്പെൻഡൻസി ഉണ്ട്. ഈ റിലേഷൻഷിപ്പിൻ്റെ ലൂപ്പിൽ നിന്ന് നമുക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ നമുക്ക് ആ ഒരു ട്രോമ ബോണ്ട് നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കി തരും. ഒരു പാറ്റേണിൽ അബ്യൂസ് നടക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നൊക്കെ തോന്നും. പക്ഷെ അടുത്ത മൊമെന്റിൽ പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലവ് ബോംബിങ് നടക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ സ്നേഹത്തിന് വേണ്ടി ഇനി നിന്നാലും കുഴപ്പമില്ല എന്ന് തോന്നും. അപ്പം ഈ അബ്യൂസിൻ്റെ ആ ഒരു സംഭവം കംപ്ലീറ്റ് ചിലപ്പോൾ ബ്രെയിൻ മറന്നു കളഞ്ഞേക്കാൻ നമ്മളോട് പറയും, പോട്ടെ സാരമില്ല, എന്നിട്ട് ഈ സ്നേഹത്തിൻ്റെ ഇത് മാത്രം കാണിച്ചു തരും. അപ്പോൾ
അങ്ങനെ ആ ഒരു ലൂപ്പിൽ പെട്ട് പുറത്തേക്ക് വരാൻ കഴിയാത്ത ഇഷ്ടംപോലെ ആളുകളുണ്ട്. ചേച്ചി തന്നെയാണെങ്കിലും പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്, ഒരു കുറിപ്പിൽ, ഫേസ്ബുക്ക് പോസ്റ്റിലാണെന്ന് തോന്നുന്നു, അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അതിലൊരു ഭാഗമാണ് ഈ നശിച്ച സ്നേഹം കൊണ്ട് മരിച്ചു കളയരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ആ ഒരു തോട്ട് അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമ്മൾ എല്ലാത്തിനും നമ്മൾ സ്നേഹം എന്നാണ് പേരിടുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ ഇൻസിഡൻറ്റിൽ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞത് അവൾ എൻ്റെയാണ്, ഞാൻ അതുകൊണ്ട് ആ സ്നേഹം കൊണ്ടാണ്, തല്ലിയിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം കൊണ്ടാണെന്നുള്ളത്. ഇപ്പം അച്ഛനും അമ്മയും കുട്ടിയെ തല്ലുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ട്, നന്നാക്കാൻ കൊണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ തല്ലുന്നത് എന്തുകൊണ്ടാണ്? അവർ നന്നാവാൻ വേണ്ടിയിട്ട്. ഒക്കെ സ്നേഹം കൊണ്ടാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും റിയലൈസ് ചെയ്യാറില്ല. നമ്മൾ സ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചിലപ്പോൾ ഒരു കംപ്ലൈൻറ്റ് പോലും റേസ് ചെയ്യാത്ത, ഒരു ഗാർഹിക പീഡനമാണ് അനുഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലായാൽ പോലും നമ്മളിത് ആരോടും പറയാതെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നത് സ്നേഹത്തിൻ്റെ പേരിലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷവും തരാതെ നിങ്ങളെ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു വറചട്ടിയിലിട്ട് എടുക്കുന്ന ഈ പരിപാടിക്കാണ് സ്നേഹം എന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു നശിച്ച സ്നേഹം എന്ന് തന്നെ പറയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതല്ല സ്നേഹം. നമുക്ക് നമ്മളായിട്ടിരിക്കാനും നമുക്ക് സന്തോഷവും സങ്കടവും ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുന്ന ഇടത്തിനെയാണ് നമ്മൾ സ്നേഹം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളായിട്ടിരിക്കാൻ സ്പേസ് തരുന്ന ആ ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നതാണ്, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനൊക്കെ മനസ്സിലാവാതെ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവരോട് പറഞ്ഞതാണ് ഈ നശിച്ച സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മരിക്കരുത് എന്ന്. ഈ ഇപ്പോൾ ചേച്ചി പറഞ്ഞതിൽ തന്നെയുണ്ട്, അതായത് ഈ പറയുന്ന ഈ മുൻപ് നടന്ന ഒരു കേസിൽ ഒരാൾ പറയുകയുണ്ടായി, എന്താണ്, എനിക്ക് അവളോട് എൻ്റെ ഭാര്യയല്ലേ, അല്ലെങ്കിൽ എൻ്റെ അല്ലേ, അപ്പോൾ എനിക്കെന്തുകൊണ്ട് ഉപദ്രവിച്ചുകൂടാ, എൻ്റെ എന്ന് പറയുന്ന ആ ഒരു തോട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ മകൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ എന്താണ് ഭാര്യ, ഇങ്ങനെയുള്ള ഇതിലൊരു വലിയ പ്രശ്നമുണ്ട്. പിന്നെ മുൻപ് അതേപോലെ തന്നെ വേറൊരാൾ ഒരു ടെലിവിഷൻ ബൈറ്റിൽ സംസാരിക്കുകയുണ്ടായി, എന്താണ്, കല്യാണം ഏകദേശം അതേപോലെ എന്താണ് ഒരു ഓൾമോസ്റ്റ് നിശ്ചയം സമയത്ത് തന്നെ ഞങ്ങൾ ഏകദേശം ഈ സംഭവത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നു, പക്ഷേ നിശ്ചയം കഴിഞ്ഞു പോയില്ല, ഇനിയിപ്പോൾ നാണക്കേടല്ലേ എന്ന് പറയുകയുണ്ടായി. എന്നിട്ട് ഏറ്റവും അവസാനം ആ കുട്ടി മരിക്കുന്ന സമയത്ത് കരയുന്നു എന്നുള്ള, അതായത് അതിന് ആവശ്യമുള്ള സമയത്ത് അതിനൊരു സപ്പോർട്ട് കൊടുത്തില്ല. ഇങ്ങനെയുള്ള പേരൻസിനും ശരിക്കും ഈ ഒരു സ്ഥലത്ത് എൻ്റെ മകൾ എന്ന് കാണാതെ ആ ഒരു വ്യക്തിയാണെന്നും ആ വ്യക്തിക്ക് സപ്പോർട്ട് വേണമെന്നും ഉള്ള ഒരു രീതിയിലേക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു സമയം അതിക്രമിച്ചില്ലേ? സൊസൈറ്റീനെ പേടിച്ചിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലേ? നമുക്ക് പണ്ട് തൊട്ടേ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ നിന്ന് നമുക്കൊരു റിജക്ഷൻ ഉണ്ടാവരുതെന്നുള്ള ഒരു ഫിയർ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. നമ്മുടെ ബ്രെയിനിന് ഈ റിജക്ഷനെ ഭയങ്കര പേടിയാണ്. എൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ തള്ളി പറയുമോ, ഞാൻ ഒറ്റപ്പെട്ടു പോവുക എന്നുള്ള ആ റിജക്ഷനെ ഭയങ്കര പേടിയാണ്. അപ്പം നമ്മുടെ സൊസൈറ്റിയിൽ അത് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ കണ്ടീഷൻഡാണ്. മറ്റുള്ളവരെന്തു പറയും എന്നുള്ളത്, ഇവരെന്നെ തള്ളി പറയുമോ എന്നുള്ള ഫിയർ ഭയങ്കരമായിട്ടുള്ളൊരു സൊസൈറ്റിയാണ് നമ്മുടേത്. നമ്മൾ അങ്ങനെയാണ് കണ്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങി പോകുക എന്ന് പറയുന്നത് അത്രയധികം നാണക്കേടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അവൾ സ്വന്തമായിട്ട് അവളുടെ പങ്കാളിയെ ചൂസ് ചെയ്തു എന്ന് പറയുന്നത് അങ്ങേയറ്റം അപമാനമുള്ള കാര്യമാണ്. ഇപ്പോഴും ഒരുപാട് വീടുകളിൽ അങ്ങനെയാണ്. ഇപ്പം മകൾക്ക് ഒരു പ്രണയമുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ വീട് മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച വാർത്തയും നമ്മൾ വായിച്ചതാണ്. അപ്പോൾ അത്തരം വാർത്തകളുടെ താഴെയും ആ മരണത്തിനെ പോലും ന്യായീകരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. നന്നായി അങ്ങനെ ചെയ്തത് എന്ന് പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. വിച്ച് മീൻസ് അവരൊക്കെയും ഇത്തരം ആ ഒരു വിചാരത്തിൽ തന്നെയാണ്. നമ്മുടെ അഭിമാനമാണ് ഇതിലൊക്കെ വലുത്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്തു പറയും എന്നുള്ള ചിന്തയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ പേരൻസ് ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും ബോൾഡായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ, എന്ത് വന്നാലും ഞങ്ങളുണ്ട് എന്നുള്ളത്, അതിപ്പോൾ സ്ത്രീയോടായാലും പുരുഷനോടായാലും പറയേണ്ട ഒരു ബാധ്യത, അതിനാണല്ലോ നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. പിന്നൊരു കാര്യം എനിക്ക് പറയണം എന്ന് ആഗ്രഹമുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പറഞ്ഞു, എനിക്ക് തിരിച്ചു പോകാനൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത് വെച്ചാൽ, നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്ഥലം ആരും വെച്ച് നീട്ടും എന്നുള്ള പ്രതീക്ഷയ്ക്കില്ല ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പഠിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും ഒക്കെ നമുക്ക് അത്തരം ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രയോറിറ്റിയിൽ കൂടെ ആയിരിക്കണം. നമുക്ക് നാളെ നമ്മുടേതെന്ന് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവുക എന്നുള്ളത്
വലിയൊരു കാര്യമാണ്. പക്ഷെ പഠനത്തിൽ പോലും ഇപ്പോൾ മുൻപ് നടന്ന കുറച്ച് കേസുകളൊക്കെ നോക്കുന്നതാണ് വളരെ ഏർലി മാരേജസ് ആണ്. അതായത് നമ്മൾ വളരെ ഫാന്റസി നിൽക്കുന്ന സമയത്ത്, കല്യാണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന തരത്തിലുള്ള ആ ഒരു സമയത്ത് 18 വയസ്സ് തികയുന്ന സമയത്തൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ടൈമിലേക്കാണ് ഈ വിദ്യാഭ്യാസം എല്ലാം ഒന്ന് നിർത്തി, സ്വാഭാവികമായും അറിയാം നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ്, അപ്പോൾ അത് നിർത്തി ഇവരെന്ത് ചെയ്യുന്നത്, കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടുന്നത്. അപ്പോൾ അവർക്ക് പിന്നീട് ഈ പഠനം തുടരാനുള്ള ഒരു അവസ്ഥ ഇല്ലാതെയും കൂടി ആവുന്നു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിൽക്കാനൊരിടവില്ലാതാവുന്നു എന്നുള്ളൊരു പ്രശ്നമില്ലേ? അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടുകൂടിയാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം എംപവേർഡ് ആവുക എന്ന് പറയുന്നത്. നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ജോലി കിട്ടിയിട്ട് ആ കിട്ടുന്ന പൈസ നമുക്ക് വേണ്ടിയിട്ടും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടി ഉണ്ടല്ലോ. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ സമ്പാദ്യം മിക്കപ്പോഴും മറ്റു പലരും ആയിരിക്കും ചെലവിടുന്നത്. ഇപ്പൊ പുരുഷന്മാരുടെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇഷ്ടമുള്ള കാര്യം പഠിക്കാൻ പോലും ഓപ്ഷൻ ഇല്ലാതെ പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു കോഴ്സ് എടുത്ത് പുരുഷന്മാർ പോയിട്ട് അവര് പിന്നെ ബ്രെഡ് വിന്നർ ആവുകയാണ് ഫാമിലിക്ക്. അപ്പം അങ്ങനെയുള്ളൊരു പ്രഷർ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ പുരുഷനോട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നീ ബ്രെഡ് വിന്നർ ആവണം എന്നുള്ള ഒരു ടേംസിലാണ് നമ്മൾ ആൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത്. നീ വേണം അനിയത്തിയുടെ കാര്യം നോക്കാൻ, ചേച്ചിയുടെ കല്യാണം നടത്താൻ, എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാൻ, വീടിൻ്റെ EMI അടയ്ക്കാൻ എന്നുള്ള തരത്തിൽ ആൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരികയും അതേസമയം പെൺകുട്ടികളെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ച് ഇതുപോലെ മറ്റൊരാളുടെ അടുത്തേക്ക് സെറ്റിൽഡ് ആവാൻ നോക്കുകയും ചെയ്യും. അപ്പം അതിനകത്ത് തന്നെ ഒരു പ്രശ്നമുണ്ട്. സോ രണ്ടുപേരെയും ഈക്വലി ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേരെ ഇതുപോലെ അവനവനുള്ള ബ്രെഡ് വിന്നർ ആക്കാനുള്ള അങ്ങനെയാണ് നമ്മൾ എക്യുപ്പൈ ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഇതെല്ലാം ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നിന്നുണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളാണ്. പാട്രിയാർക്കി എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്താണ്, അത് സ്ത്രീക്ക് മാത്രമല്ല, അത് പുരുഷനും ഈക്വലി പ്രശ്നമാണല്ലോ. ഇപ്പോൾ ചേച്ചി തന്നെ അല്ലെങ്കിൽ തന്നെ നമ്മൾ കുറെ കണ്ടിട്ടുള്ളൊരു പോസ്റ്റാണ്. അതായത് വേൾഡിൽ തന്നെ ഒരു സൂയിസൈഡ് ആവറേജ് റേറ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് മരിക്കുന്നത് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു എന്താണ്, ഈ ഒരു പാട്രിയാർക്കിയുടെ ഭാഗം തന്നെ ആയിരിക്കില്ല അതും ഏറെക്കുറെയൊക്കെ. കാരണം അവർക്ക് തുറന്നു പറയാനുള്ള ഇതില്ല, അവരെപ്പോഴും സ്റ്റേൺ ആയിട്ട് നിൽക്കണം, അതൊക്കെ തന്നെ ആയിരിക്കില്ലേ ഇതിൻ്റെയും പിന്നിൽ? അതൊരു വലിയ റീസൺ ആണ്. ഇന്ന് കൂടിയും ഇൻബോക്സിൽ ഇതുപോലെ ഒരു പുരുഷൻ ആളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറയായിരുന്നു, ഒരാളോട് തുറന്നു പറയാനുള്ളൊരു സ്പേസ് ഇല്ല. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. നീ ഒരാണല്ലേ, നിനക്കിത് ഡീൽ ചെയ്തുകൂടെ എന്നുള്ള തരത്തിലാണ് ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തുറന്നു പറച്ചിലുള്ള ഇടങ്ങളില്ലാത്തത് പ്രശ്നമാണ്. ഇമോഷൻസ് എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം എന്നുള്ളതും റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളതും, സങ്കടം സന്തോഷം എന്നുള്ളത് മാത്രമല്ല, ഇതിനിടയ്ക്ക് വേറെ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ദേഷ്യം മാത്രമാണ് നമ്മളെപ്പോഴും പുരുഷൻ്റെതെന്ന് പറഞ്ഞിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നൊരു ഇമോഷൻ. അപ്പോൾ അങ്ങനെ അല്ലാതെയും വേറെ ഇമോഷൻസ് ഉണ്ടെന്നുള്ളതും അതിനെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം എന്നുള്ളതും പലപ്പോഴും അങ്ങനെ ഒരു ലേണിങ് സ്ത്രീക്കുള്ളതുപോലെ പലപ്പോഴും പുരുഷന് ഉണ്ടാവാറില്ല എന്നുള്ളത് ഒരു ഫാക്റ്റ് ഉണ്ട്. നമ്മൾ സോഷ്യലി അങ്ങനെയാണ് പുരുഷന്മാരെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും കുറേ പുരുഷന്മാർ എന്നെ വന്ന് ചീത്ത വിളിച്ച്. അതായത് അവർ പറഞ്ഞത്, പുരുഷന്മാർ കരഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ഞാൻ എന്ന് പറഞ്ഞു. എനിക്ക് പുരുഷന്മാരെന്നല്ല സ്ത്രീകളെന്നല്ല, ലൈക്ക് എല്ലാവരും കരയണം എന്ന് ശക്തമായിട്ട് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതൊരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കരയണം, മനുഷ്യന് കരയാനുള്ള ഒരു മെക്കാനിസം തന്നിട്ടുള്ളത് നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ളൊരു ടൂളായിട്ടാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റിനെ നമ്മൾ തടഞ്ഞു വെക്കുകയാണ്, ഇല്ല ഞാൻ ഈ സമയത്ത് കരയില്ല എന്നുള്ളത്. അപ്പം നമ്മൾ ആ ഇമോഷനെ സപ്രസ് ചെയ്യാണ്. സ്ത്രീകൾ കുറച്ചും കൂടെ ലൗഡായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾ അത്തരം സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നതും പുരുഷന്മാർ ഇതിനെയൊക്കെ ഇൻറ്റേർണലൈസ് ചെയ്തിട്ട് അവർക്കത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഇടങ്ങളില്ല എന്നുള്ളത് നമ്മൾ കുട്ടിയിലെ തന്നെ സോഷ്യലി അങ്ങനെയാണ് കണ്ടീഷൻ ചെയ്തുകൊണ്ട് വരുന്നത് എന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ ഈ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള ഫിയർ ഒരുപാട് പുരുഷന്മാർ തന്നെ പറയുന്ന കാര്യമാണ്. ഇപ്പം ഭാര്യയുടെ അടുത്ത് പോലും നമ്മൾ വളരെ ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു കാര്യം, എടി എനിക്ക് ഓഫീസിൽ വെച്ച് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, എനിക്ക് നാണക്കേട് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ എനിക്കിത് ഭയങ്കര സങ്കടം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നാളെ ഇവർ പോലും വേറൊരു പോയിന്റിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളെന്തിനു കൊള്ളാം, നിങ്ങൾ നാളത് പറഞ്ഞപ്പോഴത്തേക്ക് നാണം കെട്ട ആളല്ലേ എന്നുള്ള തരത്തിലുള്ള കോൺവെർസേഷൻ ഉണ്ടല്ലോ. അപ്പോൾ സ്ത്രീകൾ പോലും ഇതുപോലെ വളരെ ഈസി ആയിട്ട് ജഡ്ജ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ നാളെ ഇവർ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായ ഒരാൾ നാളെ വീണ്ടും ഓപ്പൺ അപ്പ് ചെയ്യുമോ? ഇല്ല. സോ ആ ഒരു സ്പേസ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ ഇതുപോലെ വിവാഹത്തിലുള്ള പരാജയം,
അല്ലെങ്കിൽ കരിയറിലെങ്ങും എത്താൻ പറ്റാത്തതിൻ്റെ സ്ട്രെസ്സ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഇതൊക്കെയും പുരുഷനെ കൊണ്ടെത്തിക്കുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞ് വീണ്ടും അതിൻ്റെ ഒരു ട്രോമയും കൂടെ ഏറ്റുവാങ്ങുന്നതിന് മുന്നേ മരണം ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന പുരുഷന്മാരുണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ആത്മഹത്യയുടെ റേറ്റ് ഇത്രയും കൂടുതൽ. ആൻഡ് ഓൾസോ പുരുഷന്മാർ പലപ്പോഴും തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ കുറച്ച് ടഫായിരിക്കും. ഏറ്റവും ഫേറ്റലായിട്ടുള്ള ഓപ്ഷൻസിലേക്കാണ് അവർ പെട്ടെന്ന് ജമ്പ് ചെയ്യുക. കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പം തിരഞ്ഞെടുക്കുന്ന മെത്തേഡ്സ് മിക്കപ്പോഴും സ്ത്രീയും പുരുഷനും തിരഞ്ഞെടുക്കുന്ന മെത്തേഡ്സ് ഡിഫറെൻ്റ് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കംബാക്ക് ചിലപ്പോൾ പറ്റാത്ത തരത്തിലുള്ള ആക്ഷൻസ്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് എല്ലാവരുടെയും സൈഡിൽ നിന്നും ഇഷ്ടംപോലെ അറ്റംപ്റ്റുകൾ നടക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചു വരുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. പുരുഷന്മാർ കുറച്ചും കൂടെ ഈ അറം പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കളയുന്ന ഒരു പ്രവണത, അതും ഒരു ഫാക്റ്റാണ് കേട്ടോ. ഇപ്പോൾ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്ന സമയത്ത് തന്നെ ഇപ്പം ചേച്ചിയുടെ ഹസ്ബൻഡായിട്ടുള്ള ആൾ, നിങ്ങൾ തമ്മിൽ കുറേ കാലങ്ങളായിട്ട് ഫ്രണ്ട്സ് ആയിരുന്ന ആളുകളാണ്. ഒരു ലോങ് ടേം അതായത് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത ആളുകളാണ്, റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത ആളാണ്. പക്ഷെ അതിൽ നിന്ന് ഒരുപക്ഷെ ഇതേപോലെ ലോങ് ടേം റിലേഷൻഷിപ്പുകളും ഫ്രണ്ട്ഷിപ്പും കീപ്പ് ചെയ്ത് മാരേജിലേക്ക് വരുന്ന ആളുകളുണ്ടാവും. ഇത് ഈ രണ്ടവസ്ഥകളും ചിലപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു 10-15 വർഷം ഇവരെ അറിയാമായിരിക്കാം. പക്ഷെ ഇവർ ഈ മാരേജിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ കുറേ ചേഞ്ചസ് വരുന്നു, അല്ലെങ്കിൽ ഇത്രയും നാളും കണ്ടിരുന്നൊരു വ്യക്തി അല്ല പിന്നീട് കാണുന്നെന്നുള്ള പരാതികൾ നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ ലൈക്ക് ആസ് എ പേഴ്സൺ ഹു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ ഇതിനെങ്ങനെയാണ്? ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഗ്രോയിങ് അപ്പ് ടുഗദർ എന്ന് പറയുന്ന ഒരു ഫേസ് കൂടെ കടന്നു പോയിട്ടുള്ള 2 ആൾക്കാരാണ്. ഞങ്ങൾക്ക് 2 പേർക്കും നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും ആ മാറ്റത്തിനെ റിയലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹീസ് ഓൾസോ ചേഞ്ചിങ്, മാറുന്നുണ്ട്, ഞാനും മാറുന്നുണ്ട്. ഞാനിപ്പോൾ 17ാമത്തെ വയസ്സിൽ ആള് കണ്ട പെൺകുട്ടി അല്ല ഇന്ന് ഞാൻ അത്രയ്ക്കധികം മാറിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ ആ ഒരു ഏജിൽ +2 കണ്ട എൻ്റെ സീനിയറായിട്ട് കണ്ട ആളെ അല്ല ഇന്നിപ്പം ഞാൻ കാണുന്ന ശ്രീകാന്ത്. അപ്പോൾ ആ ഒരു ചേഞ്ച് മനുഷ്യർക്ക് ഉണ്ടാവണം. അന്നത്തെ പോലെ ഇന്ന് വരുന്നാൽ പോരല്ലോ. അതൊരു ഫിസിക്കൽ ചേഞ്ച് മാത്രമല്ല, നമ്മൾ ഒരുപാട് ഗ്രോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസുകൾ കൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അത് നമ്മൾ ഇവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റുകളും ആദർശങ്ങളും വാല്യൂ സിസ്റ്റംസും ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ആ മാറ്റം വേണം. അങ്ങനെയാണല്ലോ നമ്മൾ ഇവോൾവ് ചെയ്യുന്നത്. നമ്മളെപ്പോലെ നമ്മുടെ കൂടെയുള്ള ആൾ മാറുന്നുണ്ട് എന്നുള്ളതും ആ മാറ്റത്തിലുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാവുക എന്നുള്ളതും അവരുടെ മാറ്റത്തിനെ എംബ്രേസ് ചെയ്യുക എന്നുള്ളതും, ഇനി ആ മാറ്റം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതല്ല എന്നുണ്ടെങ്കിൽ അത് റെസ്പെക്റ്റ്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ലോങ് ടൈം റിലേഷൻഷിപ്പിൽ നിന്ന് 2 പേരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളെപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് 2 പേർക്കും അറിയാം എത്രത്തോളം നമ്മൾ ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മൾ എത്രത്തോളം ഇവോൾവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും ആ ഒരു മാറ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തിൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് 2 പേർക്കും ഷുവറാണ്. അപ്പോൾ അതില്ലാതെ വരുമ്പോഴേ, ഇപ്പോൾ ഒരാൾ മാത്രം ഗ്രോ ചെയ്യുന്നു, മറ്റേ ആൾ തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ള സ്റ്റേജൊക്കെ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും പോസിബിൾ അല്ലാതാവുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് മുമ്പേ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതായത് വിവാഹം വേണ്ട എന്ന് വെക്കുന്ന സ്ത്രീകളെ അത് നമ്മൾ ഭയങ്കര വൈഡായിട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവിവാഹിതരായിട്ടുള്ള പുരുഷന്മാർ കൂടുന്നു, വിവാഹം വേണ്ട എന്ന് വെക്കുന്ന സ്ത്രീകൾ കൂടുന്നു എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്, ആ ഒരു സിനാരിയോ ഉണ്ടാകുന്നുണ്ട്. ഇതെന്തുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്? ഭാവന വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. കഴിക്കാൻ പ്ലാൻ ഉണ്ടോ? ഒന്ന് ആലോചിക്കണം. നമ്മൾ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ വന്നാൽ നമുക്ക് എപ്പോഴും ഓക്കെ ആയിരിക്കും. പക്ഷെ ആ ഒരു ഇതിലേക്ക് എത്തുമോ എന്നുള്ളൊരു ഭയമുണ്ട്. പൊതുവെ പെൺകുട്ടികൾക്ക് ഈ അടുത്ത കാലത്തായിട്ട് വിവാഹത്തിനോട് ഭയം കൂടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ അവരുടെ ചുറ്റും നല്ല എക്സാമ്പിൾസ് ഇല്ല എന്നുള്ളതാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും, ഇപ്പോൾ ഏത് മാരേജ് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളിപ്പം വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളോട് പോലും നമ്മളൊരു പേഴ്സണൽ ഇതിൽ പോയിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകാൻ കേട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തമാശക്കെങ്കിലും പറയും, അപ്പം നീയും വെട്ടല്ലേ. അപ്പം മാരേജ് എന്ന് പറയുന്നത് ഒരു പെടലാണ് എന്നുള്ള തരത്തിലുള്ളൊരു സിറ്റുവേഷൻ. പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ പ്രശ്നങ്ങളുള്ളതാണ് കൂടുതലും കാണുന്നത്. നന്നായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ വല്ലപ്പോഴും ആണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചില റീൽസിൽ മാത്രമാണ് ഇങ്ങനെയും ഹാപ്പി മാരേജസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷെ
നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് പ്രശ്നങ്ങളിലേക്കായിരിക്കും. എന്തൊക്കെ ത്രെറ്റ്സ് ഉണ്ടെന്നുള്ളതല്ലേ നമ്മൾ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഒന്ന് പത്രം എടുത്ത് ഒബ്സർവ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ചാനൽ വെച്ച് കഴിഞ്ഞാൽ ഫെയിൽഡ് ആയിട്ടുള്ള മാരേജസിനെ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഇത്തരം സംഭവങ്ങളെയും കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. പിന്നെ ഈ മാരേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് കൂടുതലും സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കൂടുതലും ഡിമാൻഡ് ചെയ്യുന്നത് സ്ത്രീകളോടാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വരും കരിയർ വളരെ പാഷനോട് കൂടി അവരവരുടെ ഒരു കരിയറിൽ നിൽക്കണം എന്ന് വിചാരിക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ പലപ്പോഴും ഇതിനുള്ളൊരു റെസ്ട്രിക്ഷൻ വരും. നമുക്ക് റീലൊക്കേഷൻ ചിലപ്പം ആവശ്യമായിട്ട് വരും. ആൻഡ് ഓൾസോ നമ്മുടെ ഏറ്റവും പ്രൈമായിട്ടുള്ള, അതായത് കരിയറിൻ്റെ ഏറ്റവും പീക്ക് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഫെർട്ടിലിറ്റി പീരീഡും. അപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ട, അല്ലെങ്കിൽ കുട്ടീനെ ഏറ്റവും ആരോഗ്യത്തോട് കൂടിയിരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു കുഞ്ഞിനെ വളർത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ഏറ്റവും ക്രീമായിട്ടുള്ള കരിയറിൻ്റെ ആ ഒരു സമയമായിരിക്കും. അപ്പോൾ പെൺകുട്ടികൾ പലപ്പോഴും ആലോചിക്കും, ഞാൻ എന്തിനാ അതും കൂടെ എനിക്ക് എൻ്റെ കരിയർ പ്രയോറിറ്റൈസ് ചെയ്ത് എനിക്ക് എൻ്റെ ശമ്പളം കൊണ്ട് എനിക്കിഷ്ടമുള്ള രാജ്യങ്ങൾ സഞ്ചരിച്ച് എനിക്കിഷ്ടമുള്ള പോലെ ജീവിച്ചുകൂടെ എന്ന് പെൺകുട്ടികൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പണ്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഫാമിലിയുടെ സുരക്ഷിതത്വത്തിൽ ഇപ്പം ഭർത്താവ്, കുട്ടികൾ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു സമയത്ത് ഒരുപാട് പേര് അതായിരുന്നു. ഇന്നും ഇപ്പം അങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ളവരില്ല എന്നല്ല, പക്ഷെ മാരേജിൽ ഇത്രയും റിസ്ക് ഒക്കെ ഉണ്ട്. ഞാൻ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, എൻ്റെ കരിയർ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇടാൻ വേണ്ടി ഞാൻ ചിലപ്പം ഒരാളുടെ കൂടെ പെർമിഷൻ എടുക്കേണ്ടി വരും, ഞാൻ എൻ്റെ ഒരു മുറി ഷെയർ ചെയ്യേണ്ടി വരും. ഇത്തരം പല കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്നാൽ പിന്നെ എന്തിനാ അത് എനിക്ക് ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത് സ്ത്രീകൾ കൂടുതലായിട്ട് ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ മിക്കപ്പോഴും മാരേജിൽ അതിൻ്റെ ബെനിഫിറ്റ് സൈഡ് കൂടുതലും മിക്കപ്പോഴും പ്രത്യേകിച്ച് ഒരു പാട്രിയാർക്കൽ സെറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് ഫേവറബിൾ ആണ്. അവർക്കൊരു ലൊക്കേഷൻ ചേഞ്ച് പോലും മിക്കപ്പോഴും ആവശ്യമില്ല. അവരുടെ വീട്ടിലേക്കാണ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സ്പേസിലേക്കാണ് ഒരു സ്ത്രീ വരുന്നതും അതൊരു കുടുംബമാക്കി ഒരുമിച്ച് മാറ്റുന്നതും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും സ്ത്രീകൾ റീതിങ്ക് ചെയ്യുന്നൊരു സ്റ്റേജ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് എപ്പോഴും എനിക്ക് പരിചയമുള്ള പെൺകുട്ടികളോട് പറയാറുണ്ട്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ടു എംബ്രേസ് യുവർ വുമൻ സെൽഫ്. ഒരു സ്ത്രീയായിരിക്കുന്നത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ആ ഒരു ഫേസസിൽ കൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പോൾ അതിനെ നമ്മൾ ഭയങ്കര പേടിയോടെ കാണേണ്ട കാര്യമില്ല. പക്ഷേ അതിനെ അനുകൂലിക്കുന്ന ഒരു സോഷ്യൽ കണ്ടീഷൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡൗട്ട്ഫുൾ. അതുകൊണ്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ ആവണം എന്നേ പറയുന്നുള്ളൂ. എന്ന് വെച്ചിട്ട് ഒരു പങ്കാളിയുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പം നമ്മൾ കൂടുതലായിട്ടും സംസാരിച്ചിട്ടുള്ള അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യങ് ജനറേഷനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. എനിക്കൊന്ന് കുറേയൊക്കെ അവർ മനസ്സിലാക്കി വരുന്നുമുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെപ്പറ്റി. പക്ഷേ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ ടെലിവിഷനിൽ നമ്മൾ കണ്ട ബൈറ്റുകൾ കൊടുത്ത പല മാതാപിതാക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട്. അവരെ മാറ്റാൻ ഭയങ്കര പാടാണെന്ന് പറയാറുണ്ട്. കാരണം കുറേ കാലങ്ങളായി കണ്ടീഷൻഡ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ എന്നിരുന്നാലും അവരുടെ കുട്ടികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ബെറ്റർ പേരൻസ് ആയിട്ടിരിക്കാൻ വെരി ഡിഫിക്കൾട്ട് എന്ന് എനിക്കറിയാം നമ്മൾ പറഞ്ഞെടുക്കുന്നത്. ബട്ട് അവർക്ക് വേണ്ടിയുള്ളൊരു കുറച്ചുകൂടി മുതിർന്ന ഒരു പേരൻസിന് ഇപ്പോൾ ഉള്ള അവരുടെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ്, ലൈക്ക് അവർക്ക് എന്താണ് ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റുക? അതൊരു അഡ്വൈസ് ആണോ എന്ന് ചോദിച്ചാൽ അഡ്വൈസ് അല്ല. പക്ഷേ മക്കളുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്നതിന് ഒരു ബൗണ്ടറി വളരെ അത്യാവശ്യമാണ്. ഈ പേരൻറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ എല്ലാ കാലത്തും തുടർന്നുകൊണ്ടിരിക്കേണ്ട ഒരു പ്രോസസ്സല്ല. നമ്മൾ പേരൻ്റ് ചെയ്യണം, കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നത് വരെ, അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാറാവുന്നത് വരെ നമ്മളവരെ ട്രെയിൻ ചെയ്യണം, അവരെ എക്യുപ്പൈ ചെയ്യണം. അതിനൊക്കെ ശേഷവും പിന്നെ അവരുടെ ലൈഫിലുള്ള തീരുമാനങ്ങളുടെ ചുമതല അവർ തന്നെ എടുക്കണം. അതിനകത്തൊക്കെ നമ്മൾ കയറിയിട്ട് എപ്പോഴും ഇൻ്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരത്തിലുള്ള ഇൻ്റർഫിയറൻസുകൾ ഒരുപാട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് വന്നു കഴിഞ്ഞാൽ, മക്കൾ വലുതായി കഴിഞ്ഞാൽ, അവരവരുടെ കരിയർ ചൂസ് കഴിഞ്ഞാൽ ഒന്നും പേരൻസിനെ വേണ്ട എന്നുള്ളതല്ല. പേരൻസിൻ്റെ ആ സമയത്ത് റോള് മാറുന്നുണ്ട്. നമ്മൾ 3 വയസ്സിൽ നമ്മുടെ കുട്ടിക്ക് നമ്മളെ വേണ്ട പോലെ അല്ല 30ാമത്തെ വയസ്സിൽ അവർക്ക് നമ്മളെ വേണ്ടത്. ആ സമയത്ത് അവർക്ക് അവരുടെ ഒരു സേഫ് സ്പേസ് ആയിട്ട് അവർക്ക് വന്നിരിക്കാനും വർത്താനം പറയാനും അങ്ങനെയുള്ളൊരു സ്പേസിലായിരിക്കും മക്കൾക്ക് വേണ്ടത്. അല്ലാതെ മക്കളുടെ ജീവിതത്തിൽ അപ്പോഴും അവർക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേരൻറ്റിനെ അല്ല ആ ഒരു സമയത്ത് മിക്ക കുട്ടികളും ഡിമാൻഡ് ചെയ്യുന്നത്. ഇനി അങ്ങനെ മക്കൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പേരൻറ്റിങ്ങിൻ്റെ പരാജയമാണ്. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പാകത്തിന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ എക്യുപ്പൈ ചെയ്യാത്തതുകൊണ്ടാണ് അവർക്ക് വീണ്ടും നിങ്ങളോട് വന്ന് തീരുമാനം ഞങ്ങൾക്ക് വേണ്ടി എടുത്തു തരുമെന്ന് പറയേണ്ടത്.
ഇതിൻ്റെ അർത്ഥം അഭിപ്രായം ചോദിക്കരുതെന്നോ അവരുടെ എക്സ്പീരിയൻസിനെ മാനിക്കരുതെന്നോ അല്ല. അതിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം. നമുക്ക് സപ്പോർട്ട് വേണ്ട സമയത്ത് നമുക്ക് അവരോട് സപ്പോർട്ട് സീക്ക് ചെയ്യാൻ പറ്റണം. പക്ഷെ നമ്മുടെ മക്കളുടെ കുട്ടികളുടെ പേരൻറ്റിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ മേജർ ലൈഫ് ഡെസിഷൻസിലൊക്കെ ആണെങ്കിലും അവർ ചോദിച്ചാലല്ലാതെ ഒരു പരിധിയിൽ കൂടുതലുള്ള ഇൻ്റർഫിയറൻസ് ഒഴിവാക്കുക എന്നുള്ളത്, അതിനകത്തൊരു ബൗണ്ടറി വെക്കുക എന്നുള്ളത് അവർക്കും ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും, നമുക്കും ഹെൽത്തി ആയിട്ടിരിക്കാം. അവരുടെ ചോയ്സസിനെ പറ്റി പറഞ്ഞില്ലേ, ഇപ്പോൾ ചോയ്സസിലാണെങ്കിൽ പോലും ഈ എന്താണ് ഒരു കുറച്ച് മുൻപ് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചുള്ള ഒരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുന്നതിൽ പോലും അതൊരു ബേസിക് നീഡാണ്. ഒരു ഏത് സ്പീഷീസിലുള്ള ഇതാണെങ്കിലും അതൊരു ബേസിക് നീഡാണ്. പക്ഷെ അത് നമുക്കിവിടെ എന്താണ് നമ്മൾ സ്നേഹം കൊണ്ടോ റെസ്പെക്റ്റ് കൊണ്ടോ ഒക്കെ കൂടി എവിടേക്കോ അത് എന്താണ് അതൊരു അധികാരത്തിലേക്ക്, അത് പേരൻസിന്റെ ഒരു അധികാര പരിധിയിൽ വരുന്നതാണ് എന്നുള്ളൊരു തോട്ട് പലപ്പോഴും ഉണ്ടാവുന്നില്ലേ. ഇപ്പം നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യാറായി അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട് എന്നുള്ളത് ഒരു വിഭാഗം പേരൻസ് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. ഓ, നീ അത് സെലക്ട് ചെയ്തല്ലേ എന്നുള്ള തരത്തിൽ. മറ്റൊരു വിഭാഗം പേരൻസ് ഇപ്പോഴും അതിനെ ഭയങ്കര ഇമോഷണലായിട്ട് അവരുടെ ഒരു റൈറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഏതൊരു ജീവിയും പോലെ വളർന്ന് പ്രായപൂർത്തിയാവുമ്പോൾ സ്വന്തം ഇണയെ കണ്ടുപിടിക്കാനുള്ളൊരു കപ്പാസിറ്റിയിലേക്ക് മനുഷ്യർ എത്തുന്നുണ്ട്. അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് തൻ്റെ മകൾക്കോ മകനോ ഇങ്ങനെ ഒരു പാർട്ട്ണറിനോട് ഒരു ഇഷ്ടം തോന്നുന്നത്, അവരുടെ ജീവിതത്തിൽ കൂട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നത് എന്നുള്ളൊരു കാര്യം ഇപ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാറായിട്ടില്ല. അപ്പം അതിൻ്റെ ആ ഒരു സമയത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് അത് ഭയങ്കര പ്രശ്നമായിട്ട് വരിക. പെൺകുട്ടി ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും മാതാപിതാക്കൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി ഭയങ്കര മോശമായിട്ടാണ്, അല്ലെങ്കിൽ പലപ്പോഴും ഭയങ്കര അബ്യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ മുറിയിൽ അടച്ചിട്ടിട്ടാണ്. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഒരു പുരുഷനെ ചൂസ് ചെയ്യാൻ എന്നുള്ള തരത്തിൽ നമ്മളതിനെ ഭയങ്കര ഒരു മോശം പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു ഗ്രോത്തിൻ്റെ പാർട്ടാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ആസ് പേരൻസ് നമുക്ക് കൺസേൺ വരാവുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മക്കൾ സെലക്ട് ചെയ്ത ആളെക്കുറിച്ചുള്ള ചിലപ്പോൾ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തുമ്പോൾ ഇവർ അത്ര സേഫ് അല്ല നമ്മുടെ കുട്ടിക്ക് എന്ന് തോന്നാനുള്ള സാധ്യതകളുണ്ട്. ഇത് ഡിസ്കസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവുക. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പുള്ളത്. പിന്നെ നിനക്ക് നിൻ്റെ കാര്യങ്ങൾ നിനക്കുള്ള പോയിന്റ്സ് വെച്ച് നമുക്ക് സംസാരിക്കാനുള്ള ആ ഒരു റെസ്പെക്ട്ഫുൾ സ്പേസ് ഉണ്ടല്ലോ, അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഇപ്പോൾ 16 17 വയസ്സിൽ അല്ലെങ്കിൽ 15ാമത്തെ വയസ്സിൽ നമ്മുടെ കുട്ടിയുടെ ഒരു പ്രണയത്തെക്കുറിച്ച് അറിയുമ്പോൾ നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാം കുട്ടിയുടെ ലോജിക്കൽ ബ്രെയിൻ ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഇഷ്ടങ്ങളൊക്കെ തോന്നാൻ തുടങ്ങുന്ന ഒരു പ്രായമാണത്. അപ്പോൾ ആ തോന്നലുകളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിൻ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമയത്ത് ഗൈഡ് ചെയ്യുക എന്നുള്ളത് പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതേ കുട്ടി 20ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 25ാമത്തെ വയസ്സിലോ ഇന്ന ആളെയാണ് എനിക്ക് ലൈഫിൽ വേണ്ടതെന്ന് പറയുമ്പോൾ നീ ആ തീരുമാനം എടുക്കാറായിട്ടില്ല എന്നല്ല പറയേണ്ടത്. വി റെസ്പെക്ട് യുവർ ചോയ്സസ്. അപ്പോൾ അതെ, ലെറ്റ്സ് ഡിസ്കസ്. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് എത്താൻ പലപ്പോഴും പേരൻസിന് പറ്റുന്നില്ല എന്നുള്ളതുണ്ട്. ആൺകുട്ടികൾക്ക് കുറച്ചും കൂടെ ആ ഒരു കാര്യത്തിൽ സ്പേസ് കൊടുക്കാറുണ്ട്. അതില്ലാത്ത ആൺകുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ സ്ത്രീകളുടെ കാര്യത്തിൽ അത് ഇപ്പോഴും വളരെ കഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ടും പൊതു കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു. ഇനി എഴുത്തിലും സിനിമയിലും ഒക്കെ എന്താണ് ഈ അടുത്തും സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ഈ പുസ്തകങ്ങൾ എഴുതുന്നു. അപ്പം ആ കലാ സാംസ്കാരിക ആ ഇതൊക്കെ എഴുത്തുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. വലിയ താമസമില്ലാണ്ട് പുതിയൊരു പുസ്തകം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എഴുത്ത് നടക്കുന്നുണ്ട്. സിനിമ ഏറ്റവും പുതിയതായിട്ട് രാഹുൽ രജി നായർ സംവിധാനം ചെയ്ത് സൈജു കുറുപ്പ് അഭിനയിച്ച ഫ്ലാസ്ക് എന്ന് പറയുന്ന സിനിമ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്തും അത് തിയേറ്റേഴ്സിലുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ വരുന്ന സമയത്തും അത് തിയേറ്ററിലുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച്. അതാണ്. അപ്പം മുന്നോട്ടുള്ള യാത്ര വളരെ മനോഹരമായിട്ട് പോകട്ടെ. അതെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.